ഗൈസ് ബോട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കിഡിലൻ സൗണ്ട് ക്വാളിറ്റിയും ബേസും തരുന്ന അവരുടെ ഒരു സീരീസ് ആയിരുന്നു നിർവാണ. ഞാനിത് ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ നിർവാണ സീരീസിലെ അടുത്ത വേരിയന്റ് ആണ് ഈ ഒരു ബോട്ട് നിർവാണ ലൂസിഡ്. ഇതിന് 7 പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. പക്ഷേ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അറിയണം, ഈ TWS നിങ്ങൾക്ക് ഓഫ്ലൈനിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. യെസ്, കടയിൽ പോയി വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു TWS ആണിത്. ക്വിക്ക് ആയിട്ടുള്ള അൺബോക്സിംഗ്. ഇതാണ് ബോക്സിനകത്ത് നിർവാണ ലൂസിഡ് TWS. എക്സ്ട്രാ നിങ്ങൾക്ക് 2 പെയർ ഇയർ ടിപ്സ്, ടൈപ്പ് സി ചാർജിംഗ് കേബിൾ ആൻഡ് കുറച്ച് ഡോക്യുമെന്റേഷൻസ്. ഒരു മെറ്റാലിക് ഗ്രേ ആൻഡ് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിന്റെ കേസ് ഉള്ളത്. ആൻഡ് ഇത്തരത്തിലാണ് ഇതിന്റെ ബഡ്സിന്റെ ഷേപ്പ്. പുറമെ മാറ്റ് ഫിനിഷും ചെവിയിൽ വെക്കുന്ന ഭാഗത്ത് ഒരു ഗ്ലോസി ഫിനിഷും. ഡീഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് EQ മോഡ്സിൽ ഉപരി ഇതിനകത്ത് ബോട്ടിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അഡാപ്റ്റീവ് EQ മോഡ് ഉണ്ട്. അതായത് ഈ TWSനകത്ത് നിങ്ങൾക്ക് ഇൻ ഇയർ ഡിറ്റക്ഷൻ ലഭിക്കും. ഇത് ചെവിയിൽ വെച്ച ശേഷം ബോട്ട് ഹിയറബിൾസ് ആപ്പിനകത്ത് പോയിട്ട് അഡാപ്റ്റീവ് EQ മോഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെവിക്ക് ഈ ഒരു ഇയർഫോൺ എങ്ങനെ ട്യൂൺ ചെയ്താൽ പക്കയായിട്ട് കേൾക്കും എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ഇതിന്റെ EQ ട്യൂൺ ചെയ്യും. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം നോർമൽ വോളിയത്തെക്കാളും കുറവ് വോളിയത്തിൽ നിങ്ങൾക്ക് അതേ ക്വാളിറ്റിയിൽ കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊന്നും പറയാനില്ല. ക്രിസ്പ് ആയിട്ടുള്ള വോക്കൽസ്, അത്യാവശ്യം നല്ല മിഡ്സും ബേസ് ഹെവിയാണ്. നോർമലി ബേസ് ഹെവി ഡിവൈസസിൽ കോളിംഗിൽ വിട്ടുവീഴ്ചകൾ വരുത്താറുണ്ട്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്ക് 4 മൈക്രോഫോൺസ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ AI ENX ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ കോളിംഗ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ലപോലെ സപ്രസ് ചെയ്യുന്നുണ്ട്. മൈക്രോഫോൺ ഒരു സാമ്പിൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഏകദേശം ഇത്തരത്തിലുള്ള ഒരു കോൾ ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ മൈക്രോഫോൺസ് നിന്ന് ലഭിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നോയ്സ് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇൻ ഇയർ ഡിറ്റക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചെവിക്കകത്ത് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാട്ട് പ്ലേ ചെയ്യുകയും ചെവിയിൽ നിന്നും ഊരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാട്ട് പോസ് ആവുകയും ചെയ്യും. ഇതിന്റെ വേറൊരു ഗുണം, നിങ്ങൾ ഊരി വെച്ച് കഴിഞ്ഞാൽ കുറെ നേരം ചെവിയിലല്ല ഇരിക്കുന്നതെങ്കിൽ സ്മാർട്ടായിട്ട് ഇത് പവർ ഓഫ് ആവും. ഡിവൈസ് IPX5 വാട്ടർ റെസിസ്റ്റൻസ് റേറ്റഡ് ആണ്. ബ്ലൂടൂത്ത് 5.3 ആയതുകൊണ്ട് തന്നെ ഓഡിയോ ക്വാളിറ്റി മെച്ചമാണ് എന്ന് മാത്രമല്ല ലേറ്റൻസിയും കുറവാണ്. ഈവൻ 60 മില്ലി സെക്കൻഡിന്റെ ഒരു ബീസ്റ്റ് മോഡ് അഥവാ ഗെയിമിംഗ് മോഡ് അഥവാ ലോ ലേറ്റൻസി മോഡ് ഇതിനകത്തുണ്ട്. പക്ഷെ സൗണ്ട് ക്വാളിറ്റി ഇത്രത്തോളം കിടിലനായിട്ട് നമ്മളെ തോന്നിക്കാൻ സഹായിക്കുന്ന വേറൊരു സാധനമാണ് ഇതിനകത്തുള്ള ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അഥവാ ANC. അപ് ടു 32 dB വരെയും നോയ്സ് ക്യാൻസൽ ചെയ്യുമെന്നാണ് ഇതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രത്യേകത. നോയ്സ് ക്യാൻസലേഷൻ മോഡിലേക്ക് ആക്കുമ്പോൾ ഒരു ബേസ് ഡ്രോപ്പ് പോലെ എന്നൊരു ശബ്ദം വരികയും ടോട്ടലി നോയ്സ് ക്യാൻസൽ ചെയ്യുന്ന പോലെ തോന്നുകയും ചെയ്യും. എന്നാൽ ആരോടെങ്കിലും സംസാരിക്കാൻ ഇയർഫോൺ ഊരേണ്ട കാര്യമില്ല. ഇതിനകത്ത് ആംബിയന്റ് മോഡും ഉണ്ട്. ആപ്പിലൂടെയും മാറ്റാം, ഇല്ലെങ്കിൽ ഡിവൈസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും മാറ്റാൻ പറ്റും. യെസ്, ടച്ച് കൺട്രോൾസും ഇതിനകത്തുണ്ട്. ഈവൻ ഇയർഫോൺ ഓൺ ആക്കാതെ നിങ്ങളുടെ ശബ്ദം തന്നെ കേൾക്കാനായിട്ടുള്ള സ്പീക്ക് ത്രൂ മോഡും ഇതിനകത്ത് ആപ്പിലൂടെ ഓൺ ആക്കാൻ പറ്റും. പക്ഷെ നിർവാണ സീരീസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അവരുടെ ബാറ്ററി ലൈഫ് ആണ്. ഒട്ടും ചാർജ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾ 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 240 മിനിറ്റിന്റെ പ്ലേ ബാക്ക് ടൈം കിട്ടുമെന്ന് മാത്രമല്ല ഫാസ്റ്റ് ചാർജിങ് അഥവാ ASAP ചാർജിങ്ങും ഇതിനകത്തുണ്ട്. 480 മില്ലി ആംപിയറിന്റെ ഒരു വലിയ ബാറ്ററിയാണ് കേസിലകത്തിരിക്കുന്നത്. ഓരോ ഇയർഫോണിന് നിങ്ങൾക്ക് 40 മില്ലി ആംപിയറിന്റെ ബാറ്ററീസ് ആണ് ഉള്ളത്. സോ ഒറ്റ ചാർജിൽ ഇയർബഡ്സ് മാത്രം നിങ്ങൾക്ക് 12 മണിക്കൂർ കേൾക്കാനായിട്ട് പറ്റും. കേസോട് കൂടിയാണെങ്കിൽ 48 മണിക്കൂറും. ഇത് ANC ഓഫ് ആക്കി വെച്ചിരിക്കുമ്പോഴാണ്. ANC ഓൺ ആയിരിക്കുകയാണെങ്കിൽ ഒറ്റ ചാർജിൽ ബഡ്സ് മാത്രം 9 മണിക്കൂർ കേൾക്കാൻ പറ്റും. ആൻഡ് കേസോട് കൂടി നിങ്ങൾക്ക് 36 മണിക്കൂറിന്റെ ഒരു പ്ലേ ബാക്ക് ടൈമും. ആൻഡ് ഇത്രയും നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും ബേസും പ്രൊവൈഡ് ചെയ്യാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് 10 മില്ലിമീറ്ററിന്റെ ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. പക്ഷേ ഈ ഡ്രൈവേഴ്സ് എൻറ്റയർ ഹ്യൂമൻ ഹിയറിംഗ് ഫ്രീക്വൻസി റേഞ്ച് അതായത് 20 ഹെർട്സ് തൊട്ട് 20 കിലോ ഹെർട്സ് വരെയും കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈവൻ SBC മാത്രമല്ല AAC കോഡക്കിന്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. സോ ഇൻ കൺക്ലൂഷൻ, നിങ്ങളൊരു ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ നല്ല ANC ഉള്ള നല്ല മൈക്രോഫോൺസ് ഉള്ള എന്നാൽ സൗണ്ട് ക്വാളിറ്റിയിൽ കിടിലം ബേസ് ഉള്ള ഒരു TWS നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ബോട്ട് നിർവാണ ലൂസിഡ് റെക്കമെൻഡ് ചെയ്യും. പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടുള്ള ഡീറ്റെയിൽസിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.